Hari Om students, all of you are obeying the instructions given by your government for our safety. You maintain 2-meter distance away in public place. Always you remember it. Then what is Swamiji saying today? We can, we must. നമ്മൾ ഏതൊരു കാര്യമാണ് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാകണം. അങ്ങനെ ആ ആത്മവിശ്വാസത്തോട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഒരു കാര്യവും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാതില്ല. നമ്മൾ കഠിനമായി പരിശ്രമിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പോസിറ്റീവ് തിങ്കിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എപ്പോഴും. ഇപ്പോൾ നിങ്ങൾ സ്കൂളിലാണെങ്കിലും അസംബ്ലി പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യുമ്പം ഇപ്പം ക്ലാസ് ടീച്ചർ പറയും പ്ലഡ്ജ് പറയുമ്പോൾ ഉടനെ പറയുമോ തെറ്റിപ്പോകുന്നൊരു പേടിയുണ്ട്. പലരും നിങ്ങൾ പറയാൻ പഠിക്കുന്നില്ലേ. പക്ഷെ അങ്ങനെ നിങ്ങൾ പുറകോട്ട് പോകാൻ പാടില്ല. നമ്മളെ കൊണ്ടത് പറ്റും. നിങ്ങൾ അത് നന്നായിട്ട് 2-3 പ്രാവശ്യം ആ പ്ലഡ്ജ് സ്വയം ഒന്ന് പറഞ്ഞ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അസംബ്ലി പ്രോഗ്രാമിൽ അത് പങ്കെടുത്ത് നല്ല രീതിയിൽ അത് പറയാൻ പറ്റും. ഇപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം ആദ്യം നമുക്കുണ്ടാകണം. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഓക്കെ, ടുഡേ വി ക്യാൻ സ്റ്റഡി വാട്ട് ഈസ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓരോ ഷോപ്പിലൊക്കെ ഇങ്ങനെ 10% ഡിസ്കൗണ്ട്, 20% ഡിസ്കൗണ്ട് എന്നൊക്കെ ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? ഡിസ്കൗണ്ട് ഇപ്പോൾ സാധനങ്ങൾ വിറ്റഴിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചിലപ്പോൾ ചില സാധനങ്ങൾ ചില കടകളിൽ പഴയ സാധനങ്ങളൊക്കെ വിറ്റ് പോകാൻ വേണ്ടിയൊക്കെ അവരെന്ത് ചെയ്യും? ഡിസ്കൗണ്ട് വയ്ക്കും. പിന്നെ കൂടുതൽ ഡിസ്കൗണ്ട് വയ്ക്കുമ്പോൾ കൂടുതൽ സാധനങ്ങൾ ചിലവാകുകയും ചെയ്യും. അപ്പോൾ അതിനാണ് ഡിസ്കൗണ്ട്. മിക്ക ഷോപ്പുകളിൽ ഇടയ്ക്കിടയ്ക്ക് കാണാമല്ലേ 10% ഡിസ്കൗണ്ട് എന്നൊക്കെ. ദാറ്റ് ഈസ് ഡിസ്കൗണ്ട്. സോ വാട്ട് ഈസ് മാർക്ക്ഡ് പ്രൈസ്? In big shops and departmental stores, every article is tagged with a card and its price is written on it. This is called the marked price of the article. വലിയ വലിയ ഷോപ്പുകളിലും ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാൻ പറ്റും എല്ലാത്തിനും ഒരു പ്രൈസ് ടാഗ് കാണും. അതിൻ്റെ വില അതിൽ എഴുതിയിരിക്കും എത്രയാണെന്നുള്ളത്. ദാറ്റ് ഈസ് ദ മാർക്ക്ഡ് പ്രൈസ്. അങ്ങനെ ഒരു പ്രൈസ് ടാഗ് എന്ന് പറഞ്ഞാൽ മാർക്ക്ഡ് പ്രൈസ്. ദെൻ വാട്ട് ഈസ് ഡിസ്കൗണ്ട്? in order to increase the sale or clear the old stock. പഴയ സാധനങ്ങൾ വിറ്റഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണ് ഡിസ്കൗണ്ട് മിക്കവാറും ഷോപ്പുകാർ ഡിസ്കൗണ്ട് തരുന്നത് അല്ലേ? The old stock, sometimes the shopkeepers offer a certain percentage of rebate on the marked price. മാർക്ക്ഡ് പ്രൈസിനെക്കാട്ടിൽ 20% ഒക്കെ കുറച്ചായിരിക്കും സാധനങ്ങൾ വിൽക്കുന്നത്. This rebate is known as discount. അങ്ങനെയുള്ള റിബേറ്റിന് പറയുന്ന പേരാണ് ഡിസ്കൗണ്ട്. So what is discount? In order to increase the sale or clear the old stock, sometimes the shopkeepers offer a certain percentage of rebate on the marked price. This rebate is known as discount. Then what is the selling price there? Selling price is equal to marked price minus discount. So marked price price ടാഗുള്ള വിലയിൽ നിന്ന് 20% ഡിസ്കൗണ്ട് പറഞ്ഞാൽ അത് -8 നമ്മൾ ആ സാധനം വാങ്ങിയാൽ കുറച്ചായിരിക്കും നമുക്ക് തരുന്നത്. Then selling price is equal to marked price minus discount. So marked price is every article is tagged with a card and its price is written on it. That is marked price. Then what is discount? In order to increase the sale or clear the old stock, sometimes the shopkeepers offer a certain percentage of rebate on the marked price. Price ടാഗിനെക്കാട്ടിൽ കുറഞ്ഞ ഇതിലായിരിക്കും സാധനങ്ങൾ വിൽക്കുന്നത്. This rebate is known as discount. Then selling price is equal to marked price minus discount. അപ്പോൾ അത് സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ട് മൈനസ് ചെയ്യുക. സോ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A shop gives 20% discount. What would be the selling price of each of these? First one, a dress marked at ₹120. First one is what is the marked price here? Marked price is ₹120. Then what is the discount percent? Discount is equal to 20%. So 20% of the discount is, the market price is 20. For this 20% discount, then what is the discount here? 20% of what is the market price here? 20% of the market price. 20% of 120 is the discount here.
The discount percent is given to find the discount. Discount is equal to 20% of the market price. That is 20% of 120. How will you find the 20% of 120 is equal to 20 by 100 into 120. Answer 0 and then it is equal to 24. Then discount is equal to 24. Then what is our selling price here? Therefore, selling price is equal to Neha, what is the formula to find the selling price? If the market price and discount are given, selling price is equal to market price minus discount. Selling price is equal to market price minus discount. So it is equal to 120 minus 24. That is equal to 96 rupees 96. So what is the selling price here? A shop gives 20% discount and the market price of the dress is rupees 120. So discount is equal to 20% of 120. How will you find 20% of a number? 20% of a number means 20 by 100 into that number. 20 by 100 into 120. This 0 and 0 cancel. Here also cancel. Then 12 into 2 is 24. Then selling price is equal to market price minus discount. That is 120 minus 24. That is rupees 96. So what is the market price of the dress? The market price of the dress is 96. The selling price of the dress is rupees 96. The market price is 120 and discount is 24. So selling price is equal to market price minus discount. So it is equal to 120 minus 24 is equal to 96 rupees. Okay. What is our second question? A pair of shoes marked at rupees 750. Then what is the market price? Market price is equal to rupees 750. Then discount is 20%. Then what is our discount? Discount is equal to, discount percent is 20. So discount is equal to 20% of 750. Here the market price is rupees 750. The discount is 20% of this market price. That is 20% of 750. Shown what is 20% of 750? To find 20% of a number, what we do? We write it is equal to 20 by 100 into 750. Then it is equal to rupees 150. Then the discount is equal to rupees 150. Then what is our selling price? Therefore, selling price is equal to Devi, what is selling price here? Here the market price is rupees 750. Discount is equal to 20% of 750. That is 20 by 100 is into 750. That is equal to rupees 150. Then selling price is equal to market price minus discount. That is equal to market price. Selling price is equal to market price minus discount. So it is equal to 750 minus 150. That is equal to rupees 600. So the shop gives 20% discount. Therefore, a pair of shoes marked at rupees 750. Its discount is 20% of 750. That is 20 by 100 into 750. That is equal to rupees 150. Then selling price is equal to market price minus discount. So it is equal to rupees 750 minus 150. That is equal to rupees 600. Okay. Third question is a bag marked at rupees 250. Then what is our market price? Market price is equal to rupees 250. Then discount is equal to Siddharth, discount is equal to here the 20% discount. So 20% of the market price is the discount. So it is equal to 20% of
250. That is equal to 20% of 250. It is equal to 20 by 100 into 250. 0 and 0 cancel. Then it is equal to 50 rupees 50. Then what is our selling price? Therefore, selling price is equal to Rohit. The market price and discount are given. How will you find the selling price? Selling price is equal to market price minus discount. Selling price is equal to market price minus discount. Here what is the market price here? Rupees 250. So it is equal to 250 minus 50. That is equal to rupees 200. So the market price of a bag is rupees 250 and it is discount is 20%. So the discount is equal to 20% of the market price. That is 20% of 250. It is equal to 20 by 100 into 250. That is equal to rupees 50. Then selling price is equal to market price minus discount. That is equal to 250 minus 50. That is equal to rupees 200. So if the bag is marked at rupees 250, 20% discount is given, then what is the selling price? Selling price is equal to rupees 200. Next question. The market price of a ceiling fan is rupees 1250 and the shopkeeper allows a discount of 6% on it. Find the selling price of the fan. Here what is the market price of the ceiling fan? Market price is equal to rupees 1250. Then what is our discount? 6% of discount. 6% of the market price is the discount. So discount is equal to Nandita, it's equal to 6% of 6% of what is the market price here? 1250. That is equal to 6 by 100 into 1250. You can cancel this. We can divide it by 2. 2 3s are 6. 2 5. Then we can divide it by 125 by 5 is 25. So it is equal to 25 3 is 75. So it is equal to rupees 75. So the market price is equal to rupees 1250. Discount is equal to 6% of 1250. That is 6 by 100 into 1250. It is equal to rupees 75. Then what is our selling price? Therefore, selling price is equal to selling price is Harida. What is the selling price here? The market price is rupees 1250. Discount is equal to 6% of 1250. That is 75. So selling price is equal to market price minus discount. What is the market price here? It is equal to 1250 minus 75. That is equal to 1175. Rupees 1175. 1250 minus 75. That is equal to rupees 1775. So the market price of a ceiling fan is rupees 1250 and the shopkeeper allows a discount 6% on it. So what is our market price here? Market price is rupees 1250. Discount is equal to 6% of 1250. That is equal to 6 by 100 into 1250. It is equal to rupees 75. Then selling price is equal to market price minus discount. That is 1250 minus 75. So it is equal to rupees 1175. Next question. The market price of a toy is rupees 300 and the shopkeeper allows a discount of 3% on it. Find the selling price of the toy. Here what is the market price of the toy? Market price is equal to
rupees 300. Then the discount is equal to, what is the discount here, Adityan? Discount is 3% of the market price. What is the market price here? 300. So it is equal to 3% of 300. That is 3 by 100 into 300. Then it is equal to rupees 9. So what is our selling price? Therefore, selling price is equal to Devanarayanan, what is the selling price here? The market price is rupees 300. Discount is equal to 3% of 300. That is 3 by 100 into 300. It is equal to rupees 9. Then what is the selling price of the toy? Selling price is equal to market price minus discount. Market price minus discount. So it is equal to, what is the market price here? 300 minus 9. So it is equal to rupees 291. Therefore, if the market price of a toy is rupees 300 and the shopkeeper allows a discount of 3%. So market price is rupees 300. Discount is equal to 3% of the market price. If the market price is 300. So 3% of 300. What is 3% to find? 3% of 300 is equal to 3 by 100 into 300. That is equal to rupees 9. Then what is the selling price? Selling price is equal to market price minus discount. That is 300 minus 9. So it is equal to rupees 291. Okay. So to find the if the discount and market price are given, how will you find the selling price? Selling price is equal to market price minus discount. You remember it. Okay. We can do more questions in the next class. Assignments will be given through Google Classroom. Thank you and Hari Om.